നമുക്ക് പട്ടാമ്പിയിലേക്ക്. പാലക്കാട് പട്ടാമ്പിയിൽ ലോറിയിൽ നിന്ന് ഇറങ്ങിയോടി ആനയെ തളച്ചു എന്ന വാർത്ത വരുന്നു. 3.5 മണിക്കൂറിൽ അധികം നടന്ന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അക്കരമേൽ ശേഖരൻ എന്ന ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. ആനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു എന്ന വാർത്തയും വരുന്നുണ്ട്. 2 പശുക്കളെയും ഒരാടിനെയും ആന ചവിട്ടിക്കൊന്നു. നിഖിൽ പ്രമേഷ് ചേരുന്നു പാലക്കാട് നിന്ന്. നിഖിൽ, ഈ ആന അക്രമകാരിയായോ ഇറങ്ങി ഓടിയതിനു ശേഷം? പറയൂ. ഏതാണ്ട് 8 കിലോമീറ്ററോളം ദൂരമാണ് ഈ ലോറിയിൽ നിന്ന് ആന ഓടി ജനവാസ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മളിപ്പോൾ ഉള്ളത് ഈ ആന ഓടി എത്തിയ ശേഷം ഈ അമ്പാട് മേഖലയിലുള്ള കലാധരൻ എന്ന ചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പശുവിനെ ആക്രമിക്കുകയും അതിനെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഒരു പശുക്കിടാവ് ചത്തിട്ടുമുണ്ട്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എപ്പോഴാണ് ഇത് കണ്ടത്? ആന അങ്ങോട്ട് വരുന്നത് എപ്പോഴാണ് കണ്ടത്? ഞങ്ങളൊരു 6 മണി 6:05 6:10 ഉള്ളിലാണ് ആന കണ്ടത്. ഞങ്ങൾ പാല് കറന്ന് പാൽ ഒഴിക്കാൻ പോകുമ്പോഴേ പറഞ്ഞ ആന വരണ്ട് വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഞങ്ങൾ പാലൊക്കെ ഒഴിച്ച് വീട്ടിൽ വന്നിരുന്ന് ചായ കുടിക്കാൻ ഇരിക്കുമ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് നോക്കണം. ആന ഇതിലേ വന്നു. ഞങ്ങൾ വെളിയിൽ പോയി നോക്കുമ്പോൾ അങ്ങനെ ഇതിൽ കടന്നു വന്നു. ഇവിടുത്തെ വെള്ളം കുടിച്ചു. ആ പാത്രത്തിനൊക്കെ തട്ടിമറിച്ച് തിരിഞ്ഞിങ്ങടെ തൊഴുത്തിന് തട്ടി. അത് കണ്ട് പേടിച്ച് മാട് വെളിയിലേക്ക് പോയി, കുറ്റിയോടെ പൊഴങ്ങിപ്പോയി. അപ്പം ഞങ്ങളിത് നോക്കണില്ല, കുട്ടി മാട് പോയതൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ആന പോയ ശേഷമാണ് നോക്കാൻ പറ്റുന്നപ്പോഴാണ് മാടിനെ നോക്കണം. മാടിൻ്റെ ഒരു കൈ ഒടിഞ്ഞു പോയി, കുട്ടി ചത്തുപോയി. പിന്നെ അതിൻ്റെ കൊമ്പ് പോയി, നാക്കൊക്കെ വെളിയിൽ വന്നു. തൊഴുത്തിൻ്റെ മുൻഭാഗം നശിപ്പിച്ചിട്ടുണ്ടല്ലേ? അതെ, തൊഴുത്തിൻ്റെ മുൻഭാഗം അത് പിന്നെ തുമ്പിക്കേട്ട് വലിച്ച് അതിനൊക്കെ തള്ളിവിട്ടു. കുറച്ച് കുറ്റിയൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കാൻ വെച്ച ട്രമ്മ വെള്ളം കുടിച്ചതിന് ശേഷം അതിന് തട്ടി. അതുപോലെ പാത്രം ഒന്ന് അവിടെ നണങ്ങി കിടക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രം, അതിൽ വെള്ളം വെച്ചതാണ്. അതിനെയും തട്ടി. നോക്കൂ, ഈ വീടിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ തൊഴുത്തുള്ളത്. അപ്പോൾ ഒരു പക്ഷേ ആളുകളൊക്കെ പുറത്തുണ്ടായിരുന്നെങ്കിൽ അത് എത്രത്തോളം അപകടകരമായി മാറിയേനെ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. കാരണം വീടിനോട് അത്രയും ചേർന്നിട്ടാണ് ഈ തൊഴുത്തിരിക്കുന്നത്. അതിന് പുറകിലാണ് നമ്മൾ പശുവൊക്കെ ചോരയിൽ കുളിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കടക്കാത്തത്. എന്തായാലും ഈ ആന ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തളച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ഇവിടെയുള്ള വീട്ടിലുണ്ടായിരുന്ന അമ്മമാരൊക്കെ ഉണ്ട്. അവരൊക്കെ വലിയ ആശങ്കയിലായിരുന്നു. ഇത് ആന ഇങ്ങോട്ട് വന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ അവരൊക്കെ വലിയ ആശങ്കയിലായിട്ട് നിൽക്കുക. ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഈ വീട്ടിൽ തന്നെയാണ്. ഏട്ടൻ പാല് കൊടുത്ത് അവിടെ കൊടുത്തത് ആന ബാക്കിൽ തൊടിയിലുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി വെളിയിൽ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ വാഴകളൊക്കെ തട്ടിമറിക്കണം. പിന്നെ തൊഴുത്തിൻ്റെ അവിടെ വന്ന് മാട്ടിനെയും തട്ടി, മാട്ടിൻ്റെ കൊമ്പ് പോയി, കാലൊടിഞ്ഞു, കുട്ടി മരിച്ചു. പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സായിരുന്നു. അതെ, പശുവാണ്. ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവർക്ക് മതിയായിട്ടുള്ള നഷ്ടപരിഹാരമൊക്കെ നൽകണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ഈ ആനയെ ഇവിടെ തന്നെ തളച്ചിരിക്കുകയാണ്. നോക്കണം, ഈ ഒരു ജനവാസ മേഖല നമുക്ക് കാണാം. ഇതിലൂടെയൊക്കെയാണ്, അതായത് 8 കിലോമീറ്റർ, നമ്മൾ ഈ പ്രധാന പാതയിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ ഓടിയാണ് ആന ഇവിടേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ എത്രത്തോളം അപകടകരമായേനെ. കാരണം ഈ രാവിലെ സമയത്ത് ആളുകൾ പലവിധ ആവശ്യങ്ങൾക്ക് പാല് കൊടുക്കാനും ഒക്കെ പോകുന്ന ആളുകളുണ്ടാകും. അവർക്കൊക്കെ ഇടയിലൂടെയാണ് ആന ഓടി ഇത്രയും ഉള്ളിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ ഓർക്കണം. പട്ടാമ്പി നേർച്ച കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഈ ലോറിയിൽ നിന്ന് പപ്പൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഈ ആന ഓടി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇത്രയും കിലോമീറ്റർ, ഏതാണ്ട് 8 കിലോമീറ്റർ ഓടിയാണ് ഇപ്പോൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. ആന എപ്പോഴും തളച്ചിട്ടുണ്ടെങ്കിലും ലോറിയിലൊന്നും കയറ്റിയിട്ടില്ല. നമുക്ക് അതിലേക്ക് കൂടി പോകാം. ആന എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അതിനെ അല്പസമയത്തിനകം കൊണ്ടുപോയ ശേഷം മാത്രമേ ഇവിടുത്തെ ആളുകൾക്ക് ഒരു ആശ്വാസമാകൂ. അക്കാര്യം ഉറപ്പാണ്. എന്തായാലും അധികം വൈകാതെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. കാരണം ഒരുപാടധികം സമയം വൈകിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും ആന ഇവിടെ തന്നെ ഉണ്ട്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. ഇതുവരെ 2 പശുക്കളെയും അതുപോലെ തന്നെ ഒരു തമിഴ്നാട് സ്വദേശിയെയും ആക്രമിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ മതിയായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിക്കേറ്റ ആൾക്ക്. അതുപോലെ തന്നെ ഒരു മാട് ചത്തു. നമുക്ക് ആന എപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സ്കൈൻ ഇതുവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. ആനയൊന്ന് ശാന്തനായ ശേഷം മാത്രമേ മാറ്റൂ എന്നാണ്, ലോറിയിലേക്ക് മാറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഏതാണ്ട് 3 മണിക്കൂറിലധികം സമയം ഈ മേഖലയെ ആകെ പരിഭ്രാന്തിയിലാഴ്ത്തിയ ശേഷമാണ് ഇപ്പോൾ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്കൈൻ. ഓക്കെ, താങ്ക് യു. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്.